നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ മോർണിംഗ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കിയാൽ അറിയാൻ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. നിഫ്റ്റിയും സെയിം അതേ സ്ട്രക്ചർ ആയിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. സെയിം അതേ സ്ട്രക്ചർ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസങ്ങളിൽ നമുക്ക് അതായത് മാർക്കറ്റ് യൂഷ്വലി റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ മാർക്കറ്റ് ഇതാവൂല, റിവേഴ്സ് ചെയ്യില്ല. അപ്പോൾ ഓർത്തോളുക, അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ് നമ്മൾ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വരുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് ഡേ ട്രേഡ് എപ്പോഴും ഓർത്തോളുക. ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിന് ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രൽ എക്സ്ട്രീമിൻ്റെ ട്രേഡ് സെറ്റപ്പിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ പോഡ്കാസ്റ്റിലുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. എന്താണ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് അല്ലെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡേ ടൈപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ ഇന്നലത്തെ POC ആയ 24,000 നിഫ്റ്റിയിൽ POC എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ 24,428 POC. വിവാപ്പ് വന്നെങ്കിൽ 416 ഭാഗത്താണ്. അപ്പോൾ സോ ഏകദേശം ആ അടുപ്പിച്ച് ആയതുകൊണ്ട് 24,416 ആണ് ഞാൻ അത് സപ്പോർട്ടീവായിട്ട് എടുക്കുന്നത്. ഈ ഭാഗത്തെ റിട്രേസ്മെന്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ബൈ എടുക്കാം. ഇല്ല എങ്കിൽ നമുക്ക് തിരിച്ച് താഴേക്ക് അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഹൈ ആയ സ്പൈക്കാണ്. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ 560 തൊട്ട് 608 വരെയുള്ള സ്പൈക്ക് ഏരിയ ഉണ്ട്. സോ ഈ 608 610 ഇന്നലത്തെ ഹൈ, വെള്ളിയാഴ്ചത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 610 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എത്ര വരെ പോകാനുള്ള ചാൻസ്? 716. 716 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്ക് 670 ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. 670, അതിന് മുകളിൽ 716. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POCയിലേക്കാണ് അവൻ പോകുന്നത്. 24,802 803 എന്ന് പറഞ്ഞ ഈ POC ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള എയിം. എത്രയൊക്കെ മുകളിലാണ്? 24,610 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി പറഞ്ഞ 670 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 24,800 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തായിരിക്കും നിഫ്റ്റി പോകുന്നത്. അപ്പോൾ ഓർത്തോളുക. ഇനി താഴോട്ടാണെങ്കിൽ നമ്മൾ 24,560 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,500 എത്രയാണ്? 24,500 താഴെ നിൽക്കുന്ന 560 നിൽക്കുന്ന കാലം 24,500 അതിന് താഴെ 24,415 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വാല്യൂ ഏരിയ വിവാപ്പും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. 24,415 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് സിവിയർലി താഴേക്ക് വരും. അതിന് ഇന്നലത്തെ ബൈയിങ് പ്ലെയേഴ്സ് കുറച്ച് എക്സിറ്റ് ചെയ്യാൻ കാണും. നിങ്ങൾ നോക്കിയ ഓർഡർ ഫ്ലോ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഒരു നിഫ്റ്റിയിൽ നിങ്ങൾ ഓർഡർ ഫ്ലോ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ പ്രകാരം നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഈസ് ദെയർ. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കും, മാർക്കറ്റ് ഇറങ്ങി താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു കോയിനിൽ നല്ല ഹെവി സെൽ ഓഫ് കാണുന്നു. പക്ഷേ ആ ഷോർട്ട്സ് എല്ലാം കൂടെ മാരകമായി അടിച്ച് വാരി തിരിച്ചുകൊണ്ട് കയറ്റി. നിങ്ങൾ ആലോചിച്ചു, നിഫ്റ്റി ഇതുവരെ ഇന്നലെ മോർണിംഗിൽ ഏകദേശം പറയുകയാണെങ്കിൽ 1,600 എത്രയാണ് ഇവിടെ വരെ മോർണിംഗിലൊക്കെ ഉണ്ടായിരുന്ന ഈ ബൈയിങ് എല്ലാം എക്സിറ്റ് ആയി. വെറും ഡെൽറ്റ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 5,900 മൈനസ് കിടന്ന ഡെൽറ്റ ആയിരുന്നു. ഒറ്റയടിക്ക് 15 മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് കയറി ഡെൽറ്റ എത്ര വരെ? 35,841 രൂപയ്ക്ക് ഷോർട്ട്സ് കവറായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി സ്റ്റിൽ നമ്മളെ ഷോർട്ട്സ് കിടപ്പുണ്ട്. വിവാപ്പും POC മുകളിലേക്ക് മെർജ് ചെയ്യാത്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു സൈഡിലേക്കുള്ള മൂവ്മെന്റ് തന്നതുകൊണ്ട് ഓളിയത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ നല്ല ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാൽ കൂടി 24,608 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് മൂവ്മെന്റ് വരാറുള്ളൂ. ആ മൂവ്മെന്റ് ഞാൻ പറഞ്ഞതുപോലെ 670 716 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 805 എന്ന് പറഞ്ഞ POC നിഫ്റ്റി ടെസ്റ്റ് ചാൻസ് ഉണ്ട്. അപ്പോൾ താഴേക്കുള്ള ചാൻസ് എന്താണ്? 560 താഴെ 500, അതിന് താഴെ 416, അതിന് താഴെ നമുക്ക് തിരിച്ച് വീണ്ടും 350 ആ ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ ഞാൻ ഇവിടെ ഇന്നലെ നമ്മളെ വീഡിയോയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ POC 415, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 495 സപ്പോർട്ട്, 565, 560ക്ക് മുകളിൽ 614 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 719ഉം 805. മാർക്കറ്റ് 565 എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്പൈക്കിന് ലോയ്ക്ക് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ 495, 415,
345 ഈ ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതെന്തായാലും 314 അതായത് 324 345 താഴെ നിൽക്കുകയാണെങ്കിൽ 180 എന്ന് പറഞ്ഞ ലെവലിൽ ഇത്തവണ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ സെയിം അതേ സ്ട്രക്ചറാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ബാങ്ക് നിഫ്റ്റിയിലും 30 മിനിറ്റ്സിലെ ചാർട്ട്സ് എടുക്കുന്ന നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഡർ ഫ്ലോ എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ നല്ല ഒരു ബൈയിങ് കണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിലും കുറച്ച് ബൈയിങ് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് കുറച്ച് സമയത്ത് മാർക്കറ്റ് കയറിയെങ്കിൽ കൂടി കുറച്ച് ബൈയിങ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഹൈ ആയ 51,000 റൗണ്ട് ഓഫ് ചെയ്ത് ഞാൻ പറയുമ്പോൾ 51,000-ന് മുകളിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ള ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ 50,000 50,000 എന്ന് പറഞ്ഞാൽ 1000 പോയിന്റിനകത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 51,000-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 51,500-ലേക്കുള്ള പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ നോക്കുക ബാങ്ക് നിഫ്റ്റിയെ പോലെ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന എ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്രീക്ക് ഹൈ 50,977 വന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിൽ ആ ഒരു ഹൈ കാണിക്കുന്നത്. നമ്മൾ ഇന്നലെ ജെ പീരീഡിൽ വന്ന 50,738 ഹൈ ആണ്. സോ ന്യൂട്രൽ സ്ട്രീം അപ്പാണ് ബാങ്ക് നിഫ്റ്റി വിത്ത് ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇന്നലെ 49,957 എന്ന് പറഞ്ഞ 958-60 ഭാഗത്ത് ഇന്നലെ ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ആ ഇന്നലെ ഫെയിൽഡ് ഓപ്ഷൻ വന്നതുകൊണ്ട് മാർക്കറ്റ് ന്യൂട്രൽ സ്ട്രീം അപ്പാണ്, ഫെയിൽഡ് ഓപ്ഷൻ ആണ്. സോ 50,687 നമ്മുടെ ഫെയിൽഡ് ഓപ്ഷൻ്റെ ടാർഗറ്റ്. സോ 50,688-ന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക 50,688 മൈനസ് 41,960 എന്ന് പറയുമ്പം 770 പ്ലസ് 50,668 എന്ന് പറയുമ്പോൾ 50,668-ന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51,376-ലേക്കുള്ള പോകാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. സോ നമുക്ക് നോക്കേണ്ടത് 50,842 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ POCക്ക് മുകളിൽ മാത്രമേ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 50,840-ന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51,000 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,170 അതിന് അടുത്ത മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,430 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 51,000 എത്രയാണ് 600 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണ് ന്യൂട്രൽ സ്ട്രീം വിത്ത് FA ക്ലോസ് VWAP വന്നേക്കുന്നത് 50,411. പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ പോലെ POC താഴേക്കല്ല ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ നിൽക്കുന്നത് 50,600 സോ ബാങ്ക് നിഫ്റ്റി 50,600 ഭാഗത്ത് കിടന്ന് ഏകദേശം 1.5 മണിക്കൂർ കളിച്ചതുകൊണ്ടാണ് ഈ POC മുകളിലേക്ക് മറിച്ച് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ച് അങ്ങനെ കളിക്കാൻ സമയം കിട്ടിയില്ല. അവൻ ആ ഓളിയം കയറി പോയത് കൊണ്ട് നടന്നിട്ടില്ല. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ POC താഴെയുണ്ട്. അവൻ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 50,412 എന്ന് പറഞ്ഞാൽ VWAPന്റെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യും. അത് പൊട്ടിയാൽ മാത്രമേ നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് കൂടുതലാവുള്ളൂ. ഇല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,840-ന് മുകളിൽ കടക്കുകയാണെങ്കിൽ 51,000 അതിന് മുകളിൽ 51,376 അതിന് മുകളിൽ എത്രയാണ് 51,600-ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കും വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ VWAP എന്ന് പറഞ്ഞാൽ POC 50,603 VWAP 54 സോ 50,603 നിൽക്കുന്ന കാലത്തോളം 50,840 നമ്മുടെ നമ്മുടെ ആ ലെവൽ 50,840 ആ ലെവൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,000 അതിന് മുകളിൽ 51,179 അതിന് മുകളിൽ 51,376 ആണ്. ഓക്കെ 376 അതിന് മുകളിൽ എന്താണ് നമുക്ക് അടുത്ത നമ്മുടെ ലെവലായ 51,420 അതിന് മുകളിൽ 51,600 എത്താൻ ചാൻസ് ഉള്ളൂ. ഇനി സപ്പോർട്ട് എന്താണ് 50,600 പൊട്ടുകയാണെങ്കിൽ 50,412 അത് പൊട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു സപ്പോർട്ട് കൂടെ നമുക്കിവിടെ ഉണ്ട്. 50,231 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. ആ സപ്പോർട്ടിൻ്റെ കളറും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിരിക്കണം. അപ്പം 50,35 അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 49,957 എന്ന് പറഞ്ഞ് ഇന്നലെ വന്ന FA ഓപ്ഷന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോളുക 51,000-ന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബൈയിങ് വരാനും നല്ലൊരു കിടിലം മുമ്പിൽ വരാൻ ചാൻസും കാണുന്നുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ 24,670-ക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ നല്ലൊരു ബൈയിങ് മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുള്ളൂ. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലെവൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഈ പറഞ്ഞ ലെവലുകളൊക്കെ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇന്നലെ ഈ പീരീഡ് അതായത് പഴനേ മുക്കാലിൻ്റെ ടൈമായി ഈ പീരീഡിനെ കുറിച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ഞാനത് ക്യാൻഡിൽ പാറ്റേൺ വെച്ച് മാർക്കറ്റ് പ്രൊഫൈലിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങളുടെ ട്രേഡിങ്ങിൽ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ഞാൻ വിഷ്ണുഗുപ്തൻ.
ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു.